എൻ്റെ നത്തലൊരു ചെറിയ മീനാണോ? ആണ്. എന്നാൽ നത്തലൊരു വലിയ മീനാണ്. ഇന്ന് നത്തല് പറ്റിക്കലാണ്. ചീനിമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് നല്ല അടിപൊളി എരിവിൽ ഗുണ്ടുമുളകാണ്. ഗുണ്ടുമുളക് കണ്ട അങ്ങോട്ട് അരിഞ്ഞ് നല്ല സൂപ്പർ എരിവിലങ്ങോട്ട് നത്തൽ തിന്നാം. ഓ, മുളക് മതിയായിരുന്നു. ഇനി സവാള അങ്ങനെയുണ്ട്. നല്ല ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് സവാളയുടെയൊക്കെ സത്തങ്ങോട്ട് ശരിക്കും മീനകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങണം. സവാള കുഞ്ഞായിട്ട് അങ്ങനെ അരിഞ്ഞ് അങ്ങോട്ട് എടുത്ത് മതിയാവും എന്ന് തോന്നുന്നു. പോരെ? സവാള മതി. ഓക്കെ. ഇനി അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി കൊത്തി ചിക് 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 വേണ്ട അരിയാനാണ്. എന്നിട്ട് ഇഞ്ചിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് അരിഞ്ഞ്, ഇഞ്ചി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇനി ഇഞ്ചി തീയൽ വെക്കുന്ന പോലാണല്ലോ മീനകത്തോട്ട് ഇഞ്ചി അരിഞ്ഞിടുന്നത്. ഇതിപ്പം കുറച്ചധികമായോ എന്നൊരു സംശയമില്ലാതെയില്ല. ഇഞ്ചി എന്നാലും സാരമില്ല, ഇഞ്ചിയല്ലേ, കുറച്ച് നല്ലപോലെ കിടക്കട്ടെ. ഇനി കറിവേപ്പിലയാണ് കേട്ടോ, പൂർണ്ണം അങ്ങോട്ടിട്ട് അങ്ങനെ ചട്ടിക്കകത്ത് നല്ല ഫ്രഷായിട്ട് കിടക്കും. വെളുത്തുള്ളിയാണ് ഇനി മീൻ. അതിൻ്റെ അത്യാവശ്യമായൊരു സാധനമാണ് വെളുത്തുള്ളി. അതിന് തേങ്ങ അങ്ങോട്ട് ചേർന്ന് അത് 76 രൂപയാണ് ഒരു കിലോ തേങ്ങയുടെ വില. തേങ്ങ വയ്ക്കണം. അതിനിട്ടയ്ക്ക് അതെ കപ്പ ഉണ്ടാക്കുന്നത്. കപ്പ അങ്ങോട്ട് കിട്ടുന്ന. അപ്പം മീനിൻ്റെ തേങ്ങ അങ്ങോട്ട് റെഡിയായി. മഞ്ഞൾ തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അത് മഞ്ഞ നിറം കാണുന്നുണ്ട്. അത് പുളി, ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ മതി. 400 രൂപ വെളിച്ചെണ്ണയ്ക്ക് വേണം. പിന്നെയും കപ്പ വന്നു രണ്ടായിട്ട്. അങ്ങോട്ട് എടുക്കാൻ പോലും കിട്ടും. കപ്പ പൊട്ടിക്ക് അങ്ങനെ കപ്പ ഒടിഞ്ഞ് ഇനി കപ്പ കൊത്തലായി. ഇനി ഇത് കപ്പയുടെ അരപ്പാണ്. അതിനകത്ത് ഈ ഗുണ്ടുമുളക് അങ്ങോട്ട് കീറി അങ്ങോട്ട് മഞ്ഞപ്പൊടി ഇട്ടു. ഇതാ കപ്പ ഇളക്കി തുടങ്ങി. അടിപൊളി കപ്പ. അയ്യേ, ഇതാരിത്? അടിച്ച് തീറ്റയാണ്. ഇങ്ങോട്ടോ നോട്ടമില്ല. ഹലോ. എന്താ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി.